ടോപ്പിക്കിലേക്ക് പോവാം. ഇതുകൂടി കണ്ടോളി. പ്രത്യേകിച്ച് കണ്ണേറ് പ്രധാനപ്പെട്ടതാണ്. കണ്ണേറ് തട്ടിയാൽ കളിയാക്കി തിരിച്ചുണ്ടാരാം. കണ്ണേറ് തട്ടിയാൽ ആരുടെ കണ്ണാണ് തട്ടിയതെന്ന് അറിയുമെങ്കിൽ അവനോട് അവൻ കുളിച്ച വെള്ളം അല്ലെങ്കിൽ ഹദീസ് പറയുന്നത് ചിലടത്ത് വുളു എടുത്ത വെള്ളം എന്ന് പറയും, ചിലടത്ത് കുളിച്ച വെള്ളം. രണ്ട് വാക്കല്ല, ഹദീസുകളാണ്. 29ഓളം കിതാബുകളിൽ നിന്ന് പിന്നെ ഹദീസ് നമ്പർ 10 വെച്ചിട്ടുണ്ട്. നിങ്ങളെ ഇമാം മാലിക്കിന്റെ മുഖത്ത് നിൽക്കുക. അവിടെ ബാബുൽ വുളു മിനൽ ഐൻ, ബാബുൽ ഐൻ, ബാബുൽ വുളു മിനൽ ഐൻ. ഹെഡിങ് കണ്ടുകൊണ്ട് റോസ് കളർ എവിടെ മുഖത്തേര്. ഇത് സഹിയല്ല എന്ന് പറയാൻ പറ്റുമോ? പിന്നെ നിങ്ങൾ ബുദ്ധിയോട് തള്ളേണ്ടി വരും. അയ്യോ ആക്ഷേപമല്ല. സഹി ഷെയ്ഖ് അൽബാനിയുടെ 2-3 ഗ്രന്ഥങ്ങളിൽ ഇത് സഹി എന്നത് കാണിച്ചു. പിന്നെ ഹിജ്റ 197 എഴുതപ്പെട്ട ജാമി ഫിൽ ഹദീസ് ഇബ്നു വഹബിന്റെ ഒരു ഹദീസ് ഗ്രന്ഥത്തിൽ ഇങ്ങനെ വന്നാൽ പോട്ടെ. സഹീഹ് മുസ്ലിം ഇട്ടോളി. സഹീഹ് മുസ്ലിമിൽ എന്താ പറഞ്ഞത്? പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, അൽ ഐൻ ഹഖ്, കണ്ണേർ യാഥാർത്ഥ്യമാണ്, ബാക്കി അത് മുമ്പും. വലോ കാന ശൈഅൻ സാബിഖൽ ഖദർ സബഖത്തുൽ ഐൻ, ഖദറിനെ മുൻകിടക്കുന്ന വല്ലതുണ്ടെങ്കിൽ അത് കണ്ണായിരുന്നേ. അപ്പൊ ഖദറിനെ മുൻകിടക്കേ? അപ്പൊ ഞാൻ തിരിച്ചിട്ട് ചോദിക്കും, ചില കാര്യമായി സംശയം ചോദിച്ചാ അപ്പൊ പറഞ്ഞെടുത്ത്, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നെങ്കിൽ അത് ഉമറായിരുന്നേനെ. എങ്ങനെ മനസ്സിലാക്കി? അതേ വഴി മനസ്സിലാക്കി. ഞാൻ ഖദറിനെ മുൻകിടക്കുന്നൊന്നുമില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നേ. അതിന്റെ പ്രാധാന്യം കളിക്കാൻ വേണ്ടിട്ടാ. ബന്ധങ്ങളുടെ ഈ മഞ്ഞയിൽ കുളിക്കാൻ ആവശ്യപ്പെട്ടാൽ കുളിച്ചു കൊടുക്കണം. എന്നെ കളിയാക്കിയ ആളുകൾ സൂക്ഷിക്കുക. കുളിച്ചു കൊടുക്കാൻ ഈ കുളിയെ നിങ്ങൾ എങ്ങനെ വിശദീകരിക്കും? ഇതിന് ശറഈ ഇമാം നബവി എങ്ങനെ വിശദീകരിച്ചു? ഇതേ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അൽ ഐൻ ഹഖ് എന്ന് ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി എങ്ങനെ വിശദീകരിച്ചു? ഈ ബൈഹഖി എങ്ങനെ വിശദീകരിച്ചു? ആ വിശദീകരണമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ച് ആർക്ക് ഉപകാരപ്പെടാം, ജനങ്ങൾക്ക് ഉപകാരപ്പെടാം. കളിയാക്കി തിരിക്കുക, കുറച്ചേരം സഹിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാന്റെ റസൂലിന്റെ ഹദീസിനെ നിങ്ങൾ കളിയാക്കുന്നത്, അള്ളാന്റെ റസൂലിനെതിരെ നിങ്ങൾ വിരൽ ചൂണ്ടുന്നത് സൂക്ഷിച്ചോ. എന്റെ നെറ്റ് വിലയുണ്ടാവും, കളിയാക്കാം, ഒരു പ്രശ്നമല്ല. ഇബ്നു മാജയിൽ എവിടെ ഹെഡിങ് എന്താ? കിതാബ് തിബ്, ചികിത്സയുടെ കിതാബ്, ബാബുൽ ഐൻ, കണ്ണേറ് എന്ന ഹെഡിങ്ങില്. ബാബുലേ എന്താ ഇതെന്നറിയോ? കുളിക്കാൻ വേണ്ടി പറഞ്ഞു. അത് സഹലി എന്ന സഹാബിക്ക് ആമിർ എന്ന സഹാബിയുടെ കണ്ണ് വെച്ചു. സഹലി എന്നൊരാളെ കുളിച്ചുകൊണ്ടിരിക്കുന്നു. ആമിറയിൽ പോയപ്പോ ഇതുപോലെ ഇത്ര സുന്ദരിയ, ഇത്ര നല്ലൊരു തൊലി ഞാൻ കണ്ടിട്ടില്ല. എന്താ പറയാ, സ്ത്രീകളെക്കാൾ നല്ല തൊലിയാണെന്നോ റിമാർക്ക് കിട്ടും. അയാൾക്ക് സുഖമില്ലാതെ പെട്ടെന്ന് വീണു. ആൾക്കാരെടുത്തു റസൂലിനെത്തുണ്ട്. റസൂലിനോട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? നിങ്ങൾ റസൂൽ നിങ്ങളെ നവോദനം അറിയില്ലയോ? നിങ്ങൾ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? അപ്പൊ പറഞ്ഞ ആമിറിനെ വിളിച്ചു. നിങ്ങളുടെ സഹോദരന്മാരെ കൊല്ലുകയാണോ? പരസ്പരം നിങ്ങൾ കൊല്ലുകയാണോ എന്നാ ചോദിച്ചത്. കണ്ണേറ് തട്ടിയാൽ മരിക്കുന്നവരെ അതാ. എന്നിട്ട് കണ്ണേറില്ല കാര്യകാരണ ബന്ധത്തിൽ ചിന്നിക്കാരകാരണത്തിന് അപ്പുറത്ത ഇപ്പുറത്ത നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പുറത്താലും കുടുങ്ങി, പുറത്താലും കുടുങ്ങി. സുന്നികളപ്പുറത്താ, സുന്നികൾ ഇങ്ങനെ പിന്നാലെ നടക്കല്ലേ. ഞാനീ എന്താ പറഞ്ഞേ? മുഖം കഴുകി കൊടുത്തു. കയ്യ്, പിന്നെ കൈമുട്ടും കാലിന്റെ മുട്ടും അതുപോലെ അടിഭാഗം പിന്നെ ഇങ്ങനെ ഒന്ന് വലുതാക്കി കളിച്ചില്ല. ഈ കളിയാക്കി കളിക്കരുത് ഒന്ന് കാണാൻ വേണ്ടിട്ട്. എങ്ങനെ? ഇതെന്ത് സാധനം? ഇതാണ് ഇവിടുന്ന് പൊക്കിളിന്റെ താഴേക്ക് വലിക്കുന്ന വസ്ത്രം ഉണ്ടല്ലോ, അതാണ് ഇസാരെ റസാൻ. മനസ്സിലായിക്കോളൂ. അതിന്റെ ദാഹിൽ ഉൾഭാഗം അവിടെ ഇങ്ങനെ തടയുക. ചെട്ടി പിഴിഞ്ഞ വെള്ളം കുടിച്ചെന്ന് പറഞ്ഞ വൃത്തിട്ടോങ്ങനെ പറഞ്ഞില്ല. ഇതൊക്കെ നിങ്ങളെ സംസ്കാരം ചോദിച്ചെന്ന് പറയുന്നതേ. ഇതിങ്ങനെ ഈ ഉൾഭാഗം ഇങ്ങനെ തടവുക. ഇതിങ്ങനെ കാണിച്ചു തരുന്നുണ്ടോ ഉലമാക്കളിൽ നിന്ന്? ഇത് എങ്ങനെ ചോദിച്ച് വീടെടുത്തു പലർക്കും കൊടുത്തിട്ടുണ്ട്. ഈ ഉൾഭാഗം ഇങ്ങനെ തടവിട്ട് അത് വെള്ളത്തിൽ കുളിക്കുക, അത് തലയിൽ കൂടെ ഇരിക്കുക. അള്ളാഹുവിന്റെ റസൂല് കുളിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ റസൂലിന്റെ സഹാബി ചെയ്ത ബുദ്ധിക്ക് യോജിക്കുന്നില്ല, ഉണ്ടാവില്ല. സുനൻ നിസായില് കണ്ണേറ് കണ്ണ് ആരുടെ കണ്ണാണ് തട്ടി, അതാണ് ആയന്. അവന്റെ കുളി അവിടെ വിശദീകരിക്കുന്നു. അബൂദാവൂദില് എവിടെ? കിതാബ് തിബ്, ചികിത്സ എന്ന കിതാബില് ബാബ് മാ ജഅ ഫിൽ ഐൻ, കണ്ണേറുമായിട്ട് ബന്ധപ്പെട്ട വന്ന ഹദീസ്. അവിടെ എന്താ പറയുന്നത്? കാന യഅ്മുറു, റസൂൽ കൽപ്പിക്കാറുണ്ടായിരുന്നു, അൽ ഐൻ,
കണ്ണീർ ആരുടെ കണ്ണാ തട്ടില് എന്താണ് വധു ചെയ്യാൻ വേണ്ടി തുമ്മ കസല ആ വധു ചെയ്ത വെള്ളം കൊണ്ട് കുളിപ്പിക്കാൻ കളിയാക്കുമ്പോൾ ഒപ്പം തന്നെ അതിന്റെ സിഹത്ത് കൊടുത്തുകൊണ്ടേ സഹി അൽബാനിന്റെ പിന്നെ 6ാമത്തെ വാള്യത്തിൽ 61ാമത്തെ പേജിൽ സഹിയാണ്. അഭിഷേക മുസന്നഫ് അഭിഷേക ഹിജറ 235 എഴുതിയത്. അവിടെ എന്താണ് കണ്ണേറ് തട്ടിയതിനുള്ള ചികിത്സ എന്നതിന്റെ പെർമിഷൻ ഞാൻ അനുവാദം അവിടെയാണ്. കുളിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. സുനനിസായില് ആയി കണ്ണേറ് ആരുടെ കണ്ണ തട്ടിയത് അവന്റെ കുളി അവന്റെ ഒന്നൂന്ന ഹെഡിങ്ങിന്റെ പേരില്. ഇവിടെ ഒക്കെ പറഞ്ഞെന്താ ദാഹിലിസാരി ഞാൻ ഈ പറഞ്ഞ ഇതാണ്. പിന്നെ ചോദിക്കും പിന്നെ കുലിക്കുഴിഞ്ഞ വെള്ളം എന്നാ ബൈഹക്കിയിലുള്ളതാ മനസ്സിലായില്ലേ? ബൈഹക്കിയിലുള്ളതാ. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് ഇതൊക്കെ ഹദീസ് എന്തായാലും നിങ്ങൾ കാണിച്ചു തന്ന മുമ്പില് അല്ലാന്ന് പറയാൻ പറ്റുമോ? ആരുടെങ്കിലും കിതാബാണോ? അല്ല, ഹദീസ് ഗ്രന്ഥങ്ങളല്ലേ. തൊബ്രാനി, ഇബ്നു ബത്താലിന്റെ ഷറഹ്. ഇപ്പൊ 12 കണ്ട ഹദീസ് ഗ്രന്ഥ. ഇനി ഇബ്നു ബത്താലിന്റെ ഷറഹ് അതിലെന്താ ബാബ് റുഖിയത്തിൽ ഐൻ സെയിം സംഗതി. ഇനിയോ പിന്നെ ബൈഹക്കി ദലായിലും പോവാ. ബൈഹക്കിയുടെ അല്ല ബൈഹക്കിയുടെ അൽ കുബ്ര സുനൽ കുബ്രയിലുണ്ട്. ഇതാണ് ഞാൻ വായിച്ചത്. ഇവിടെ സഹോദരങ്ങൾ അറബിയാണ് സഹോദരങ്ങൾ വായിച്ച് കാളിയാക്കൽ വെട്ട് അതാണ് വായിൽ കയറി വെള്ളം കൊപ്പിടിച്ചിട്ട് ആ വെള്ളം ആയിക്കോ ആക്കുക എന്ന് പറഞ്ഞു. നിങ്ങൾ ഇന്നെ കളിയാക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ അയിമത്തിനെ നിങ്ങൾ കളിയാക്കരുത്. ഒല കളികളും കാരണം നിങ്ങളെ സംസ്കാരത്തിൽപ്പെട്ടതാണെങ്കിൽ ഇതിങ്ങനെ സംഭവം കേട്ട അല്ല സഹോദരൻ ഇങ്ങനെ പറയേണ്ടത് ഉടനെ പറഞ്ഞത് ചോദ്യം ചോദിക്കണ്ടേ കളികളിന് മുമ്പ് കളിയാക്കുള്ള പ്രശ്നമില്ല. ശരി. പിന്നെ ഇതാ മൂവത്തയുടെ ഷറയില് അതുപോലെ പിന്നെ ഇമാം ബാക്കവിയുടെ ഷറ സുനല് അതുപോലെ ഷറ മുസ്ലിമില് ആരെ ഷറ മുസ്ലിമില് മുസ്ലിം എന്ന ഹദീസിന് അതിന് ഷറ ഇമാം നബി ആയിരിക്കും അവിടെ. അതുപോലെ തഫ്സീർ ഖുർത്തുബിയില് എവിടെ കണ്ണേർ നേരത്തെ പറഞ്ഞില്ലേ ഈജിപ്തിലേക്ക് പോയപ്പോ അബൂബക്കർ സലഫി പ്രസംഗിച്ചില്ലേ ഇതാ കണ്ണേർ പിന്നെ കണ്ണേർ പിന്നെ ആയിക്കോട്ട് തെളിവായിക്കൊണ്ട് പിന്നെ യക്കൂനബിന്റെ ഈ സംഭവം പറയാറുള്ളത്. നിങ്ങൾ ഒരു വാദിയോട് പ്രവേശിക്കരുതെന്ന് പറയുന്നത് ആ ആയത്തിനെ വിശദീകരിക്കുന്നിടത്താണ് ഇമാം ഖുർത്തുബിയിൽ കൊടുത്തത്. തഫ്സീർ ഇബ്നു കസീറിലോ പിന്നെ മക്കാ മുശ്രിക്കുകൾ നിന്നെ കണ്ണ് വിട്ടുകൊണ്ട് നിന്നെ പിന്നെ എന്താ പറയുക തകർക്കും. നിന്നെ സത്യനിഷേധികൾ ഈ ഉത്ബോധനം കേൾക്കുമ്പോൾ അവരുടെ കണ്ണുകൾ കൊണ്ട് നോക്കിയിട്ട് നിന്നെ ഇടറി വീഴ്ത്തുന്ന പരിഭാഷ കൊടുത്തില്ല. ഞാൻ ഇത് നമ്മൾ അമലിന്റെ തഫ്സീറിൽ വായിച്ചാൽ അവിടെ കണ്ണെന്ന് മനസ്സിലാവില്ല എന്നല്ലേ. ഇങ്ങനെ ഈ രീതിയിൽ അവിടെ ഹദീസിൽ പറയാം റസൂല് കണ്ണ് തട്ടിക്കഴിഞ്ഞാല് അവിടെ പിന്നെ കുളിക്കാൻ വേണ്ടി കൽപ്പിക്കണം. ഇബ്നു കസീറിന്റെ സഹലിന്റെ സംഭവം ഇബ്നു കസീറിന്റെ തഫ്സീറിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫത്ഹുൽ ബാരി ഇബ്നു ഹജർ അസ്ഖലാനി ഇങ്ങനെ 29ഓളം ഇത് ഹദീസിൽ ഇങ്ങനെ കാണിച്ചു തരാൻ മാത്രമല്ല ലജ്നത്ത് ദായിമിന്റെ അവരോട് ചോദിക്കുക കണ്ണേറിന്റെ ചികിത്സ ഈ ഹദീസ് തൊട്ട് കൺട്രോളി സുഹൃത്തുക്കളായി അവിടെ എന്താ ഇസാർ എന്ന് പറഞ്ഞ കോൺസിക്വന്റ്ലി ആമിർ വാഷ്ഡ് ഹിസ് ഫേസ് മുഖം കഴുകി ബോത്ത് ഹാൻഡ്സ് 2 കൈയും എൽബോസ് കൈമുട്ടും പിന്നെ കാൽമുട്ടും പിന്നെ കാലിന്റെ അടിഭാഗം പിന്നെന്താ ഇത് വായിച്ചേ ഇൻസൈഡ് ഹിസ് ലിസാർ. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ കളിയാക്കി തിരിച്ചു ബാക്കിൽ കൈയടിച്ച് തിരിച്ചു ഒന്നും ശരിയല്ല പോട്ടെ. അതാണ് കണ്ണേറ് തട്ടിക്കഴിഞ്ഞാൽ ചികിത്സ. അറിയുമെങ്കിൽ ഇല്ലെങ്കിലോ പരിശുദ്ധ ഖുർആൻ ഓതുക സ്വയം ചികിത്സ കിതാബ് കൊണ്ട് ചികിത്സിക്കാൻ കാണിച്ചത് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ നഫ്സിയ ചില ആൾക്കാർ ഒരു അറബി കോളേജിൽ നിന്ന് വിളിച്ചിട്ട് നമുക്ക് വിളിച്ചു തരും നെഫസ് വെള്ളത്തില് പിന്നെ നെഫസ് ചെയ്യരുതെന്നാണ്. അപ്പൊ ഇത് മോനെ അത് ചെയ്യരുത് പറഞ്ഞതറിയോ സീനാണ് നെഫസ്. ശ്വാസം വിടരുത്. നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ 3 മുറുക്കായി കുടിക്കണം. ഇതിന് ശ്വാസം വിടരുത് സീന. ഇത് പറഞ്ഞെടുത്ത് നമ്മളാ അധ്യാപകന്മാര് ചെക്ക് ചെയ്ത് ബാബ് നഫസ് റോക്കിയ ബുഖാരിയിലുള്ളതാ. റുക്കിയ ചെയ്യുമ്പോൾ നഫസ് ചെയ്യുക തുപ്പല ചികിത്സ എന്ന് കളിയാക്കുന്ന ആളുകളാണ് ഞാൻ പറയുന്നത്. സഹീഹ് ബുഖാരിയിൽ ബാബിന്റെ പേരാ ബാബ് നഫസ് റുക്കിയ. റുക്കിയ ചെയ്യുമ്പോൾ അതില് നഫസ് ചെയ്യുക. ഈ നഫത്തിന്റെ കൈഫിയത്ത് പറഞ്ഞു കൊടുത്താ അത് അപ്പൊ റുക്കിയ ചെയ്യുമ്പോൾ ഇനി